सैयारा तू तो बदला नहीं है, मौसम जरा सा रूठा हुआ है। सैयारा तू तो बदला नहीं है, दिल कहीं खोया टूटा हुआ है। ഇതെന്താ പാറുവിന്റെ ഫോണിലേക്ക് കോള് പോകാത്തത്? 2-3 ദിവസമായി എല്ലാവരും ചുറ്റിനുള്ളത് കൊണ്ട് എനിക്ക് അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ തിരിച്ചു വിളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അവള് വിഷമിച്ച് കാണും. ഇതെന്താ വിളിച്ചിട്ട് കിട്ടാത്തേ? ഇനിയിട്ട് വിളിക്കാനും പറ്റില്ല, ഫോൺ എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. പോയാ എന്തായാലും ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ആരും എന്നെ കണ്ടെത്തും. ഫോൺ ഇവിടെ വെച്ചിട്ട് പോവാം. അമ്മ, ഞാൻ പൊക്കോട്ടെ? അവൻ ലൊക്കേഷൻ ഷെയർ ചെയ്തോ? ചെയ്തമ്മ. എന്നോട് ഉടനെ അവിടെ എത്താൻ പറഞ്ഞു. എന്നാ മോള് പോയിട്ട് വാ. മുകളിലെ ഫോൺ റിങ് ചെയ്യുന്നു. മോളുടെ ഫോണല്ലേ അത്? മോള് ഫോൺ എടുക്കാതെയാണോ പോകാൻ പോകുന്നത്? ഇതൊരു ശീലാണോ? അല്ല, ഞാൻ അമ്മയോട് പറയാൻ വന്നതാ. മേലെ പോയി ഫോൺ എടുത്തിട്ടേ പോകുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് പോകാം. പാറു ആണല്ലോ. ഹലോ, ഇവളെന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? ഒന്ന് വിളിച്ചു നോക്കണം. വീട്ടിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാവരും എല്ലാം അറിയും. അതൊഴിവാക്കാനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇതിപ്പോൾ കുറേ നേരമായാലും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പർച്ചേസിങ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഴയ ഫയൽസ് എല്ലാം കോപ്പി എടുത്തത് നന്നായി. അവൾ തന്നെ കൈകാര്യം ചെയ്ത പല ഫയലും ഇതിലുണ്ടാവും. അതും ഒറിജിനൽ കമ്പനി ഫയലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അവൾ അത്രയും വലിയ ഫ്രോഡിനെയാണ് കല്യാണം കഴിച്ചതെന്ന്. അവൻ എൻ്റെ ജീവിതത്തിലും ശബരിയുടെ ജീവിതത്തിലും എങ്ങനെ കളിച്ചുവെന്ന് എനിക്കിതുവരെ ഒരു രൂപമില്ല. അതുകൊണ്ട് അവൻ്റെ കേസ് ഞാൻ അവധിക്ക് വെച്ചതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അവൻ കളിച്ചുവെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് അവൻ്റെ രീതി പറയാൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അവനെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയണോ, അവനെ ജീവനോടെ വെക്കണോ, അതോ കൊല്ലണോ, എന്ത് വേണമെങ്കിലും. എനിക്കറിയില്ല ജനനി, ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലൂടെയല്ല ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല.
ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്നും നിനക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കിരണിന്റെ മുഖംമൂടി വലിച്ചു കീറി ആ അവസരം തന്നെ മുതലാക്കി ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കരുത്. എനിക്ക് ഇതെല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞേ പറ്റൂ. എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന് അവസാനം റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. സോ I need an answer. Means I think I love you. പ്രിപ്പയർ ആകാനും സമ്മതിക്കില്ല. പോയി എല്ലാ സത്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടിപ്പോൾ അവൻ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. കോളെടുത്ത ഇനി എൻ്റെ പ്ലാൻസൊക്കെ മാറ്റേണ്ടി വരുമോ? വരട ചപ്പ, ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അവളിതുവരെ എത്തിയിട്ടില്ല. എന്നതിൻ്റെ ശബ്ദത്തിൽ ആരോ എന്നിട്ട് ഇപ്പോഴാണ് അവിടെ വിളിക്കുന്നത്. ഞാൻ ദാ വരുന്നു. നീ ഒന്ന് കൂളാവ്. ഇനി ഫോണിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. കിഡ്നാപ്പേഴ്സ് മണ്ടന്മാരല്ല അവളുടെ ഫോണും കൊണ്ട് പോവാൻ. ഇനി ഫോൺ ട്രേസ് ചെയ്തിട്ട് കാര്യമില്ല. മറ്റെന്തെങ്കിലും വഴി നോക്കണം. അവൾക്കാകെ ജനനി മാത്രമല്ലേ ഉള്ളൂ. അപ്പോ അവര് ജാനിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവോ? ജാനി നീ ഒന്ന് അമ്മയെ വിളിച്ചേ. അവളിപ്പോ അവിടുന്ന് പുറപ്പെട്ടു എന്തോ. ആന്റി, ജനനി അവള് അറിവിന്റെ അടുത്തേക്ക് പോയോ? പോയില്ല മോനെ, അവള് പോയിട്ട് ഒരുപാട് നേരമായി. ഒരുപാട് നേരായെന്ന് വെച്ചാ എപ്പോ പോയതാ? ഇപ്പൊ കൃത്യം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. എന്ത് പറ്റി മോനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. അറിവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോ ജനനി അടുത്തുണ്ടെങ്കിൽ ജനനിയെ വിളിച്ചാൽ മതിയല്ലോ, അതോർത്ത് വിളിച്ചതാ. എന്നാ ശരി മോനെ, ജാനിയുടെ ഫോണിലേക്ക് വിളിച്ചാൽ മതി. ശരി ആന്റി, ഞാൻ വെക്കുക. എടാ, അരമണിക്കൂർ മുമ്പ് പോയെന്ന്. അപ്പോ വീട്ടിൽ നിന്ന് നിന്റെ ലൊക്കേഷനിലേക്ക് ആകെ 5 മിനിറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൾ എത്തിയില്ല. അപ്പൊ അവൾ എവിടെ പോയി? എടാ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എടാ, ഉറപ്പാ അവരെ അവളെ കോണ്ടാക്ട് ചെയ്ത് കാണും. അതല്ലടാ, ഞാൻ അവൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ലല്ലോ അതിന്. നീ ജാനിയുടെ നമ്പർ ഒന്ന് തന്നെ. ആലസിനോട് ഒന്ന് ട്രേസ് ചെയ്യാൻ പറയാം. ഇനി ആ വഴി കൂടെ ഒന്ന് ശ്രമിച്ചില്ലെന്ന് വേണ്ട. എടാ, അപ്പോ ജാനി അവര് ചാൻസ് ഉണ്ടടാ. ചിലപ്പോ പാറുവിന്റെ ഫോണിൽ നിന്ന് ജാനിയെ വിളിച്ച് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവള് വന്നിട്ടില്ലെങ്കിൽ പാറുവിനെ വിടില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പാറുവിടെ, എനിക്കെന്നെ പാറുവിനെ കാണണം. അനിയത്തി കാണണ്ടേ? ഇതായിരിക്കുന്നു. ഓ, ചേച്ചിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. സംസാരിക്കണായിരിക്കും. അയാള് പോയി. ഞാനെന്തായാലും അഴിച്ചു തരാം, എന്നിട്ട് നമുക്ക് പോവാം. ചേച്ചി പറ്റും തോന്നുന്നില്ല, പുറത്ത് നല്ല സെക്യൂരിറ്റിയാണ്. ചേച്ചിയെ കണ്ണു കെട്ടി കൊണ്ടുവന്നോണ്ടാ അറിയാത്തത്. പറ്റുമോ നോക്കാം. നീ വാ, ഈ ഡോറ് തുറന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. ശ്രമിച്ചാലോ? തുറക്കുന്നില്ലല്ലോ. വാ ചേച്ചി, നടക്കില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഇനി ശബ്ദം കേട്ട് അവര് വന്ന്
എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആരുടെ ശബ്ദം പോലെവാ? ആരാ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ അവർക്ക് ആവശ്യം വല്ലതും പറഞ്ഞോ? അറിയില്ല ചേച്ചി. അവര് പറയുന്നത് അവർക്ക് ചേച്ചിയെ കൊണ്ടെന്തോ ആവശ്യമുണ്ടെന്നാണ്. ചേച്ചി നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. ചേച്ചി പറ, ചേച്ചി നാട്ടിലുണ്ടായിരുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി ആദ്യം വർക്ക് ചെയ്തത് എവിടെയായിരുന്നു? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ചേച്ചി അവിടെ റിസൈൻ ചെയ്തത്? അവര് സംസാരിച്ചപ്പോ എനിക്ക് വ്യക്തമായൊന്നും മനസ്സിലായില്ല. മോളെ, ചേച്ചി എന്തിനാ ഇതെല്ലാം എന്നോട് മറച്ചു വെച്ചത്? അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവരറിയാതെ രക്ഷപ്പെട്ട് നിന്റെ അടുത്ത് വന്ന് നമുക്ക് നാട്ടിൽ ജീവിക്കാമെന്ന് തന്നെ വിചാരിച്ചേ. അതുവരെ നീ ഒന്നും അറിയണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ കരുതി. സോറി മോളെ. ചേച്ചി ഏത് പിശാചിന്റെ കൂടെ ഇറങ്ങി തിരിച്ചാലും എത്തിപ്പെട്ടത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ലല്ലോ. ചേച്ചിക്ക് അയാളോട് സത്യം പറയായിരുന്നില്ലേ? അയാള് മോശപ്പെട്ട ഒരാളെല്ലാം തിരിച്ചറിഞ്ഞപ്പോ ചേച്ചിക്ക് സത്യം പറയായിരുന്നില്ലേ? അന്നൊന്നും അയാൾ എന്നെ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയവന് വേണ്ടി ആ വീട്ടിൽ നുഴഞ്ഞു കയറിയതെന്നാ അന്നൊക്കെ അയാൾ വിശ്വസിച്ചിരുന്നത്. മാത്രമല്ല ആരവെന്നത് അയാളുടെ പേരാണെന്നും എന്നെ ചീറ്റ് ചെയ്തതാണെന്നും ഒന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഞാനെപ്പോഴും എന്റെ ഭർത്താവിനെ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയായിരുന്നു. അയാളുടെ പേര് മറ്റെന്തോ ആണ്. പക്ഷേ ഞാൻ അയാൾക്ക് വേണ്ടി, അയാളെ ഇനി ഇയാളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പിടിച്ചു നിന്നു. പിന്നീട് എല്ലാം അറിഞ്ഞപ്പോ അവിടെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. പക്ഷെ പാറു, യഥാർത്ഥ ആരം വിശ്വനാഥ് എന്ന മനുഷ്യൻ അയാളത്ര മോശപ്പെട്ട മനുഷ്യനൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ അയാളെ വിശ്വസിക്കുന്നത് അയാളുടെ ബിസിനസ്സിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്തു എന്നാണ്. അയാൾക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. നന്നായി അന്നങ്ങനെ സംഭവിച്ചത്. അയാള് ചിലപ്പം വല്ല പെൺവാണിപ്പോ അവയവ കച്ചവടം ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചത്. ഹലോ ഗേൾസ്, എന്നെ മനസ്സിലായോ ജനനിക്ക്? എന്റെ പേര് വെങ്കിടേഷ്. വെങ്കിടേഷ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം കിരൺ എന്നെ വിളിക്കുന്നത് ബയ്യാന്നോ. ബയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതിന് കിരൺ ആരാണെന്ന് അറിയോ? നിന്റെ കഴുത്തിൽ താലി കിട്ടിയ നിന്റെ സ്വന്തം ഭർത്താവ്. അല്ല, അതിനിപ്പോ നിലവിലുള്ള ഭർത്താവ് ഏതാ? നിനക്കതിന് ഇന്ന ആള് വേണം എന്നൊന്നുമില്ലല്ലോ. ആ പേരിലുള്ള ആരെങ്കിലും ഒരാള് പോരെ അല്ലേ? ഇപ്പോ അവന്റെ കൂടെയല്ലേ പൊറുതി. ഞാൻ അന്നേ അവനോട് പറഞ്ഞതാ, മറ്റുള്ള പെൺപിള്ളേരെ പോലെ തന്നെ ഇതിനെ ഡീൽ ചെയ്താൽ മതിയെന്ന്. അപ്പൊ അവൻ നിന്റെ സൗന്ദര്യം കൊണ്ടങ്ങ് മയങ്ങി. ഉടുപ്പ് മാറും പോലെ പെണ്ണിനെ മാറിക്കൊണ്ടിരുന്ന അവന് ഇതുവരെ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം മനസ്സിലായിട്ടില്ല. ശരീരശാസ്ത്രം മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നിന്നെയും കിട്ടി അജ്ഞാതവാസത്തിന് പോവാൻ ശ്രമിക്കുക. എന്തൊക്കെയായിരുന്നു ജനനി. അവള് വലിയ പതിവ്രതയാണ്. അവനെ വരെ തൊടാൻ സമ്മതിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഞാനിനി അവളുടെ കൂടെ പൊറുക്കാൻ പോവാണ്. ഇപ്പൊ എന്തായി? കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് അവള് വേറൊരുത്തൻ്റെ ഇപ്പം പൊറുതിക്ക് പോയിരിക്കുന്നു. ഇവളെയാണല്ലോ ഇവൻ. നിങ്ങളുടെ അയ്യം കാരണം ഞാൻ അവിടെ പെട്ടുപോയത്. കള്ളപ്പേരും പറഞ്ഞ് എന്നെ ചതിച്ചതും പോരാഞ്ഞിട്ട് ന്യായം പറയുന്നു. അവൻ നിന്നെ ചതിക്കാൻ വേണ്ടി പേര് മാറ്റിയതൊന്നുമല്ല. അവൻ നിന്നെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ നിന്നെ കൊല്ലുന്ന് പേടിച്ച് നിന്നോടുള്ള പ്രേമം മൂത്ത് നീ ചത്തോന്ന് വരുത്തി തീർത്ത് നിന്നെയും കൊണ്ട് ഇവിടുന്ന് മുങ്ങാനായിരുന്നു അവന്റെ പ്ലാൻ. അവന്റെ പ്ലാനും നടന്നില്ല. അതിനിടയ്ക്കാ നിന്റെ മറ്റവൻ വന്ന് കയറി എല്ലാം കുളവാക്കിയത്. എന്നിട്ടിപ്പോ അവന്റെ കൂടെയാ പൊറുതി. പണത്തിനും സ്വത്തിനും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തവനാ. ആകെ അവന് ഇൻട്രസ്റ്റ് ഉള്ളത് പെണ്ണ് കേസില. എന്നിട്ട് പോലും അവൻ നിന്നെ ഒന്ന് തൊട്ടിട്ട് പോലും ഉണ്ടോടി? അതാ അവൻ നിനക്ക് തരുന്ന വില. എന്നിട്ട് നീ എന്ത് വില അവന് കൊടുത്തത്? പക്ഷേ ഇനി അവൻ നിന്നെ കണ്ട വിടുമെന്ന് തോന്നുന്നില്ല. അവനിവിടെ ഇല്ലാത്തത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ
ഒരു ദിവസമെങ്കിലും നിന്നെ മുതലാക്കാതെ അവൻ വിടില്ലായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ വിടാം. എനിക്കൊരു കണ്ടീഷനുണ്ട്. നീ ARVയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി അന്നുണ്ടാക്കിയ ഫേക്ക് പ്രൊജക്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. മാത്രമല്ല, നീ ആ ഫേക്ക് പ്രൊജക്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ, പോരാത്തതിന് അന്നുണ്ടായിരുന്ന ക്ലയൻസിന്റെ ഡീറ്റെയിൽസ്, ഇത് രണ്ടും ഇവിടെ എത്തിക്കുന്നത് വരെ നിന്റെ അനിയത്തി ഇവിടെ ജീവനോടെ ഉണ്ടാവും. അത് എത്തിച്ചില്ലെങ്കിൽ നിനക്ക് നിന്റെ അനിയത്തി കാണാൻ പറ്റില്ല. മാത്രമല്ല, നിന്റെ ജീവിതവും എങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിടുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റെന്താന്നൊക്കെ വഴിയെ മനസ്സിലാവും. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പിറകോട്ട് പോകണം. അതിപ്പോ മക്കള് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പിറകോട്ടോ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ? നിങ്ങളൊന്നും ചെയ്തില്ല, ഇനി ഭാവിയിൽ ചെയ്യുകയും ചെയ്യരുത്. ഇതിനിടയിൽ പോലീസിനെ അറിയിക്കുകയോ എന്റെ മറ്റവനെ അറിയിക്കുകയോ ചെയ്ത അറിയാലോ, ഇവിടെ ജീവനോടെ ഇരിക്കില്ല. എന്തായി? കിഡ്നാപ്പ് ചെയ്ത സമയത്ത് അവളുടെ ടവർ ലൊക്കേഷന്റെ പരിധിയിൽ വരുന്ന മറ്റെല്ലാ ഫോണും ചെക്ക് ചെയ്യണം. അവളുടെ ഫോണിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പോ അവളുടെ ലൊക്കേഷൻ വല്ല മാറ്റമുണ്ടോ? ഇല്ല. എന്നാ ഈ ലൊക്കേഷനിൽ പോയി തെരഞ്ഞാൽ അവളുടെ ഫോൺ കിട്ടുമായിരിക്കും. സ്വിച്ച് ഓഫ് ചെയ്ത് വലിച്ചെറിഞ്ഞോ? അങ്ങനെ കിട്ടിയാ അതിൽ നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുമോടാ? ചിലപ്പോ വല്ല വോയിസ് നോട്ടോ അല്ലെങ്കിൽ കോൾ റെക്കോർഡിങ്സോ അങ്ങനെ എന്തെങ്കിലും. എന്തായാലും അതൊന്ന് തപ്പാൻ പറയാല്ലേ? ഒന്ന് ട്രൈ ചെയ്യ്, എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലും. ഏതായാലും ആ ടവർ ലൊക്കേഷൻ്റെ അണ്ടറിൽ ഒരുപാട് ഫോൺ ഉണ്ടാവും. കാരണം അതൊരു സിറ്റി അല്ലേ, അപ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ മുന്നേ ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ലീഡ് കിട്ടുകയാണെങ്കിലോ. അത് മണ്ടത്തര. ഇപ്പൊ അവിടെ കൊന്ന ഒന്നും നടക്കില്ല. ARV പോവാനും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവൾ പ്രിപ്പയർ ചെയ്ത ഫയൽ എടുക്കാനും അവക്കേ കഴിയൂ. പിന്നെ മനോജിനെ കൊന്ന സ്ഥിതിക്ക് നമുക്ക് ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ആ ഡീറ്റെയിൽസ് എടുക്കാനും അവക്കേ പറ്റൂ. പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു പ്ലാനുണ്ട്. ഇല്ല, കണ്ണു തട്ടിയ കൊണ്ടുപോകുന്നത്, പുറത്തെത്തിയിട്ട് ഇറക്കി വിടുന്നുള്ളൂ. ഇല്ല, അവളുടെ കയ്യിൽ ഫോണൊന്നുമില്ല. നമ്മൾ കൊടുത്ത ഒരു ഫോണേ ഉള്ളൂ, അതിൽ ലോക്കിട്ടിരിക്കുക. അവൾക്കാരെയും കോൾ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ വിളിക്കുന്ന കോള് അറ്റൻഡ് ചെയ്യാനേ പറ്റൂ. പിന്നെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അവൾ ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോൺ കൊടുത്തത്. ഓടുന്നത് ജാനിയല്ലേ അത്? ജാനി, നീ എവിടെയായിരുന്നു ഇത്ര നേരം? നീ എന്തിനാ ഓടിയേ? നിന്നെ ആരെയും ഫോളോ ചെയ്യുന്നുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്?
ജാനി പറ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അവരെല്ലാം ഇവിടെ എവിടെയുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ചിലപ്പോ പാറൂര് ജാനി, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? നീ എന്താ ആൻസർ ചെയ്യാതെ മിണ്ടാതിരിക്കുന്നത്? ആരൊക്കെ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ പേടിച്ചൊളിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് എവിടെ പോവാം? ജാനി, ജാനി, ഇല്ലടാ, ഒരു പിടിയില്ല. ഞാൻ വണ്ടി പോകുമ്പോ അവൾ ഓടുന്നതാ കണ്ടത്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോ ഞാൻ ചോദിച്ചതിന് ഒന്നും ഉത്തരം പറഞ്ഞില്ല. വല്ലാത്തൊരു വെപ്രാളായിരുന്നു. ഞാൻ ചോദിക്കുമ്പോഴെല്ലാം അവള് ചുറ്റുപാട് ഇങ്ങനെ പരതുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇവിടെ എവിടെയോ തന്നെ ഉണ്ടാവുന്നത്. BP കുറവാണെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും വീട്ടിലാക്കിയിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യേ, ഇവിടുത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവളെ ഫോളോ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവരെ ഫോളോ ചെയ്ത് പോവാം. ഏതായാലും ഞാൻ അവളെ കൊണ്ടാക്കുമ്പോഴേക്കും നീ അത് ചെക്ക് ചെയ്ത് എന്നെ വിളിക്കുക. ഓക്കെ. ഇല്ല, നീ വിളിച്ചിട്ടേ ഞാൻ ഇറങ്ങും. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അവള് ഉറങ്ങിപ്പോയതാണെന്നോ മറ്റോ. ഓക്കെ എന്നാ, ശരി. ജാനി, പേടിക്കണ്ട, ഞാനാ. റിലാക്സ്. ഞാനാ. നിനക്കെന്താ പറ്റിയേ? നിനക്ക് വെള്ളം വേണോ? കുറച്ച് വെള്ളം വേണം. വെയിറ്റ്, ഞാനിപ്പോ വരാം. ഇതാ ഈ ഫുഡ് കഴിക്കേ. നിനക്ക് നല്ല പനിയുണ്ട്. പോരാത്തതിന് ലോ BP ആണ്. അതുകൊണ്ട് മരുന്ന് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട, വിശക്കുന്നില്ല. അതെന്താ, കിഡ്നാപ്പേഴ്സ് നിന്നെ ഫോളോ ചെയ്യുന്നതിനിടയില് ഫുഡും വാങ്ങി തന്നോ? അതോ നീ തന്നെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയോ? നിന്നോട് ഇത് വേണോ വേണ്ടേന്നല്ല ചോദിച്ചത്, ഇത് കഴിക്കാനാ പറഞ്ഞത്. ഇറ്റ്സ് മൈ ഓർഡർ. ഇനി മെഡിസിൻ കഴിക്കേ. എന്നിട്ട് തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കിടക്കണം. എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജാനി, ഇനി പറ, നിന്നെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? നിന്റെ ഫോൺ എവിടെ? ഫോൺ മിസ്സായി. എവിടെ മിസ്സായി? അതൊന്നും ഓർമ്മയില്ല. നിന്നെ എപ്പോ മുതലാ അവര് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്? ഞാനിവിടെ ഇറങ്ങിയപ്പോ. ജാനി, നിനക്ക് അവരെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? അതെങ്കിലും പറ. ഇല്ല, മാസ്ക് വെച്ചിരുന്നു അവരെല്ലാം. താനെന്തെങ്കിലും വിറയ്ക്കുന്നത്? ഒന്ന് കിടന്നേ. ജാനി, അവള് പറയുന്നത് ആരും അവളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ആരൊക്കെയോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ എവിടെയോ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ്. ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് തിരിച്ചറിഞ്ഞപ്പോഴേ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തി കാണും. പിന്നെ ആരെയും ഓർമ്മയില്ല. ആക്ച്വലി മാസ്ക് ഇട്ടതുകൊണ്ട് ആരെയും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ ഏകദേശം നിന്റെ അടുത്ത് എത്താനായി. എന്നാ നീ ഫോൺ വെച്ചോ. നീ എന്തേ പറയുന്നത്? അവളെ ഫോളോ ചെയ്യാൻ 11 പേരോ?
ആ 11 പേര്. ജാനിയെ ഫോളോ ചെയ്തത് 4 പേര്, അവരെ ഫോളോ ചെയ്തത് വീണ്ടും 4 പേര്, പിന്നെ അവരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു 3 പേരെ. വിശ്വാസം തന്നെ പ്രശ്നം. എന്താ വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഏയ്, എല്ലാവരും അരിച്ചു പൊറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ആൾക്കാരൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എന്നാൽ നമുക്ക് പോയാലോ? അവന്മാർക്ക് 3 വണ്ടിയല്ലേ, 3 എടുക്കാം. പിന്നെ അവരെ തോമസിനെ ഏൽപ്പിച്ചേക്ക്. നമുക്ക് അവിടെ എത്ര പേരുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവളെ ഫോളോ ചെയ്യാൻ തന്നെ 11 പേര് വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഗോഡൗണിൽ അതിൻ്റെ ഇരട്ടി പേര് കാണും. നമുക്കിറങ്ങാം. നമ്മൾ പോകുന്ന കാറിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തർ വേണം. ജനനിയെ ഫോളോ ചെയ്യാൻ വിട്ട കാറിൽ ഒരുത്തൻ്റെ കയ്യിൽ മാത്രമേ ഫോണുള്ളൂ. അവനെയും പിന്നെ അവരെ ഫോളോ ചെയ്യാൻ വന്ന ഒരുത്തൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്. അങ്ങനെ ഫോൺ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൂടെ കൊണ്ടുപോയേ പറ്റൂ. ചിലപ്പം അപ്ഡേഷൻ ചോദിക്കും. ജാനിയെയും കൂടെ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? അതെ, അല്ലെങ്കിൽ പാറുവിന് അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെത്തുന്നതിന് മുമ്പ്. ഏയ്, അങ്ങനെ സംഭവിക്കില്ല. നീ കയറ്, ഇനി ലേറ്റാൻ പാടില്ല. ഇതിപ്പോ എങ്ങനെ പുറത്തിറങ്ങാ? ആരെയും കാണാതെ ഇവിടെ പോവാന്ന് വെച്ചാ പുറത്തിറങ്ങുമ്പോ ആരോ ഈ വീട്ടിലുണ്ടെങ്കിലും. മോളെ, അയ്യോ മോള് പേടിച്ചു പോയോ? അത് പിന്നെ പെട്ടെന്ന് നമ്മൾ വിളിച്ചപ്പോ. മോളെന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? പുറത്തേക്ക് എങ്ങാനും പോകാൻ നിൽക്കണോ? പുറത്തേക്ക് പോകണം. അയ്യോ, നല്ല ക്ഷീണമുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് ലേറ്റായിട്ടല്ലേ വന്നത്. മോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് അവൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടാ അമ്മ പിന്നെ റൂമിലേക്ക് വരാതിരുന്നത്. ഇനി ക്ഷീണമൊക്കെ മാറിയിട്ട് പോയപ്പോരെ. അവനാണെങ്കിൽ അപ്പം പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ആരും എന്നോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. അത് സാരല്ല, ഇത്ര നേരമായില്ല കുഞ്ഞെ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇനിയും വിശക്കും. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. ആദ്യം ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ഡിലീറ്റ് ചെയ്തോ. ആർക്കെങ്കിലും മനസ്സിലാവുന്നതിന് മുമ്പ് ഇവിടെ പോകണല്ലോ. ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഇത് മനോജിന് അറിയും പോലെ എനിക്കെങ്ങനെ അറിയാനാ? തൽക്കാലം അറിയുന്ന ലിസ്റ്റ് എടുക്കാം. ഇത് മനോജിന്റെ ലാപ്ടോപ്പ് അല്ലേ? ഫയൽസ് ഉണ്ടല്ലോ, ഈ ലാപ്ടോപ്പിൽ നോക്കാലോ. തൽക്കാലം ഇത് കൈവയ്ക്കാം. എനിക്കിതിൻ്റെ പാസ്വേഡ് അറിയാമായിരുന്നല്ലോ. പാസ്വേഡ് മാറ്റിയിരിക്കും. പക്ഷേ പീസിന് പകരം എപ്പാണ് ഇട്ടിരിക്കുന്നത്. പാസ്വേഡ് മാറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് ഇത് ഫുൾ ചെക്ക് ചെയ്യുന്നത് ബുദ്ധിയല്ല. എടുത്തിട്ട് പോവാം. വീഡിയോ എല്ലാം റെക്കോർഡായിട്ടില്ലേ? ഓക്കെ, ഇനി വേഗം അവിടെ നിന്ന് പോകണം. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ചതിക്കുന്നോടി. വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് എത്ര മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടും നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി. നിന്നെപ്പോലെ ആണുങ്ങളെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിയ പെണ്ണുങ്ങളെ ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി എന്റെ കൺമുന്നിൽ വന്നു പോയത് നീ. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണം അല്ലേ? ഞാൻ പറഞ്ഞു, നിനക്ക് ഈ ഫയൽസ് അല്ലേ വേണ്ടത്? എല്ലായിടത്തും പോയിക്കോ. നിനക്ക് വേണ്ടതെല്ലാം എടുത്ത് ഇവിടുന്ന് പോകണം. പോയി കഴിഞ്ഞാ എന്റെ കൺമണിയിൽ ഇനി വരരുത്. ഓടി ഇറങ്ങി പോയ എന്റെ കുഞ്ഞിന്ന്. ജാനി, നീ ചതിച്ചോന്ന് മാത്രം എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇത്ര കാലം ഒരു പെണ്ണിനെ വിശ്വസിക്കാതെ അവസാനം അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് നിന്നെ വിശ്വസിച്ചതിന് എനിക്കും നിന്നെ ഇഷ്ടമായിരുന്നടി.
ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. ആ എന്നെയാ നീ. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. എല്ലാ പെണ്ണുങ്ങളെയും പോലെയാണ് നീ എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് എന്റെ ലൈഫിൽ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഇല്ല, ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു. നീ എല്ലാ പെണ്ണുങ്ങളെയും പോലെ തന്നെയാ. ഇത് ഞാൻ ക്ഷമിക്കില്ല. എന്റെ വിശ്വാസവും സ്നേഹവും പിടിച്ചു പറ്റി എന്നെ ചീറ്റ് ചെയ്തതാ നീ. ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇതെന്താ ഇത്ര നേരമായിട്ടൊരു കോള് പോലും ചെയ്യാത്തത്? എനിക്കാണെങ്കിൽ തിരിച്ചു വിളിക്കാനും വയ്യ. ഈ ഫയലെല്ലാം ഏൽപ്പിച്ചാലല്ലേ എൻ്റെ കുട്ടിയെ അവർ വിടും. പാറു, എൻ്റെ മോളെന്തെങ്കിലും കഴിച്ചോ? ഉറങ്ങിയോ? അവളവിടെ സേഫ് ആണോ? ഒന്നും അറിയില്ലല്ലോ. എൻ്റെ കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്യോ ദൈവമേ? കയറ്, വണ്ടി കയറാൻ. അത് പിന്നെ പ്ലീസ്, എനിക്കിപ്പോ വരാൻ പറ്റില്ല. നീ കയറുന്നോ ഞാൻ പിടിച്ചു കയറ്റണോ? നിന്നോട് കയറാനല്ലേ പറഞ്ഞത്? വിട് പ്ലീസ്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. പാറു, പാറു, ചേച്ചി, ചേച്ചി. പാറു, നീ ഓക്കെ അല്ലേ? നിന്നെ അയാൾ ഉപദ്രവിച്ചോ? ഇല്ല, അയാള് പിന്നെ എന്നെ ഉപദ്രവിക്കുകയും വഴക്ക് പറയും ഒന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാം വന്നു. അമ്മ, അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചതിനും അമ്മയുടെ മുന്നിൽ ഇത്ര കാലം നാടകം കളിച്ചതിനെല്ലാം സാരമില്ല. മോളുടെ സാഹചര്യവും നടന്ന സംഭവങ്ങളും ഒക്കെ ശബരിയും പാറും എന്നോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. എനിക്ക് വിഷമമില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നിന്നെ എങ്ങനെ കണ്ടതെന്ന് മോൾക്കറിയാലോ. ഇനി അങ്ങോട്ട് എന്താ നിങ്ങളുടെ തീരുമാനം? ഇനി എന്ത് തീരുമാനിക്കാൻ? അവളുടെ ഇവിടുത്തെ നാടകം തീർന്നു. നല്ല കഴിവുള്ള നടിയല്ലേ, ഇനി അവസരം കിട്ടാതിരിക്കില്ല. പറ്റിക്കപ്പെടാൻ ഇനി ഇതുപോലെ ആളുകൾ ഇഷ്ടം പോലെ കാണും അവളുടെ ലിസ്റ്റില്. എന്തായാലും ഇവിടുത്തെ പണി തീർന്നു. ഇതിനൊരു പുരസ്കാരം തരാൻ എനിക്ക് തോന്നുന്നതിന് മുമ്പ് ഇവിടെ വിടുന്നതാണ് നിനക്ക് നല്ലത്. പോവാണ്. പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന, എനിക്കൊരു ബന്ധവുമില്ലാത്ത, ഞാൻ ഒരിക്കലും കാണാത്ത ഒരാളെ എനിക്ക് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇവിടെ എത്തിയതല്ല. എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ പിടിച്ചു നിന്നതിന് കാരണം എന്റെ അവസ്ഥയാണ്. ARV എന്ന സ്ഥാപനത്തിൽ കയറിയത് മുതൽ ഇവിടം വരെ എന്റെ ജീവിതത്തിൽ നടന്നതിനൊന്നും കാരണവും അർത്ഥവും ഒന്നും എനിക്കറിയില്ല. നേരത്തെ ആരോ പറഞ്ഞ പോലെ ഒരു നാടകം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ നടന്നൊരു നാടകമായിട്ടേ ഞാൻ അതിനെ കരുതുന്നുള്ളൂ. അതിനിടയിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ സോറി പറയാൻ മാത്രമേ ഇപ്പം എനിക്ക് പറ്റൂ. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരു ശല്യമായിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. മോളെ, നമ്മളിനി ഒരിക്കലും കാണില്ലായിരിക്കും അല്ലേ? ഒരു സ്വപ്നം പോലെ എല്ലാം മറന്നു പോകാൻ ഇനി നമ്മൾ ഒരിക്കലും കാണാതിരിക്കുന്നത് തന്നെ നല്ലത്. പോട്ടെ അമ്മ. പിന്നെ അമ്മ വിചാരിച്ചത് എല്ലാം നടക്കും. അമ്മയുടെ കുടുംബം ഒറ്റപ്പെട്ടായി സന്തോഷത്തോടെ തന്നെ ജീവിക്കും.
അമ്മ വിചാരിച്ചതുപോലെ ആ സന്തോഷം കൊണ്ടുവരുന്നത് ഞാനല്ല. അന്ന് അത് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പോട്ടെ. കയറി രണ്ടുപേരും, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ പൊക്കോളാം. അത് ശരിയാവില്ല. നീ ഒന്നാമത് ഭയങ്കര ടയേർഡാണ്, ഒന്നും കഴിച്ചിട്ടുമില്ല. നിന്റെ ചേച്ചി ഏതാണ്ട് അതുപോലെ തന്നെയാ. ഞാൻ കൊണ്ടുവിടാം, കയറ്. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും ഒക്കെ. ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിട്ടാൽ മതി. ഞങ്ങൾ പൊക്കോളാം. എനിക്ക് ഏതായാലും കോളേജ് വരെ പോകണം. അപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടാൽ പോരെ? വേണ്ട, ഞങ്ങൾ പൊക്കോളാം. ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാനോ അതോ പുതിയതെന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് പുതിയ വേഷം കെട്ടിലായിട്ട് ഇറങ്ങിയതാണോ എന്ന് അറിയില്ലല്ലോ. പാറു, നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ വേഷം കിട്ടി അവിടെ വന്നത്. എന്ന് വിചാരിച്ച് നിങ്ങളൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല. ഇനി തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിടൂല്ല. നീയൊന്നും തെറ്റ് ചെയ്യാത്തടത്തോളം കാലം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ അറിയാതൊരു തെറ്റ് ചെയ്താ കൊന്നു കളയൂലേ? ഇങ്ങനെ കൊല്ലും കൊലയായിട്ട് നടക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡിലേക്ക് വിട്ടേക്ക്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിങ്ങളായിട്ടൊരു ബന്ധവുമില്ല. ഒരു കാറ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അയ്യോ, ഒന്ന് വേഗം വിട്. അവളെ ഈ ഫയലൊന്നും കൊണ്ടുപോയില്ലേ? ഹലോ, എന്ത്? അത് വേണ്ട, നീ ബൈപ്പാസ് വഴി കയറി തിരിച്ചു വരാൻ നോക്ക്. പിടി കൊടുക്കരുത്. അവരെത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനിതാ വരുന്നു. അമ്മൂട്ടി, നിർത്ത്. എന്താടോ ഇങ്ങനെ കരഞ്ഞിട്ട്? ഇതിപ്പോ കുറെ നേരമായില്ലേ? മതി, നിർത്ത്. എന്നാലും അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ ഇതിങ്ങനായി തീരുന്ന ഞാൻ വിചാരിച്ചില്ല വിശേട്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവള് നമ്മുടെ ആരുമല്ലാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനമ്മോ? ആ കുട്ടിയുടെ കഥ നീ കേട്ടില്ലേ? അവള് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ പിടിച്ചു നിൽക്കാൻ അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? നമ്മുടെ മോനുമായിട്ട് അവക്കൊരു ബന്ധവുമില്ല. അവന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അവൻ ഒരിക്കലും അവളെ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. അല്ല വിശേട്ടാ, എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ ആ കുട്ടിയെ ഇഷ്ടമാണെന്ന്. ആരുടെയെങ്കിലും കാര്യത്തില് അവനിങ്ങനെ ശ്രദ്ധിക്കുന്നത് വിശേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ അവൾക്ക് എന്തെങ്കിലും അസുഖമായാലോ എന്തെങ്കിലും പറ്റിയാലോ അവൻ എത്ര നന്നായാണ് അവളെ നോക്കിയിട്ടുള്ളത്. ഇതൊന്നും ഒരു നാടകമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അവനൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവളിൽ നിന്ന് എന്തെങ്കിലും അറിയാനാണ് ഈ കെയറിങ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വിശേഷം തോന്നുന്നുണ്ടോ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു? നീ പറഞ്ഞത് ശരിയാണ്. എവിടെയും വിട്ടുകൊടുക്കാറില്ല, എവിടെയും തലകുനിക്കില്ല. ദേഷ്യം വന്നാ അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുവൻ ഇത്രയും ക്ഷമയോടെ അവളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവളോട് ഇഷ്ടം തോന്നിയിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ്. അതെ വിജേട്ടാ, അവൻ അവളോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവനും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അവന്റെ ഉള്ളിൽ എന്താണ് അവളോടുള്ള വികാരമെന്ന്. പക്ഷേ അവള് ഇവിടെ തന്നെ നിന്നാ ചിലപ്പോ നമുക്ക് നമ്മുടെ പഴയ ദേവൂട്ടിനെ തിരിച്ചു കിട്ടുമായിരിക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? ആർ വിശ്വനാഥൻ പഴയ ദേവരാജ വിശ്വനാഥനായി മാറണമെങ്കിൽ ജനനി വേണമെന്നോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. അവന്റെ ജീവിതത്തിൽ
അവൻ ഇതുവരെ ഒരു പെണ്ണിനോടും അടുപ്പം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ എന്നോട് പോലും. അപ്പൊ പിന്നെ ജനനിയല്ലാതെ മറ്റാര്? അതിനി നടക്കില്ലല്ലോ അമ്മ. എന്തോ ഒരു ദേഷ്യത്തിലാണ് അവൻ വന്നു കയറിയതെന്നും അവളോട് വേഗം ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോ മറ്റെന്തോ വിഷയം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അറിയില്ല. ശബരിക്ക് പാറ പഠിക്കുന്ന കോളേജ് അറിയാം. എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ജനനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. അവന്റെ സമ്മതം ചോദിച്ച് നമുക്ക് അവളെ തന്നെ. മതി, അധികം സ്വപ്നമൊന്നും നീ കാണണ്ട. അതും നിന്റെ മോനെ കുറിച്ച് വെറുതെ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമോ? നിനക്ക് അനുഭവമുള്ളതല്ലേ. എന്നാലും വിശ്വട്ട, എനിക്ക് ജീവിക്കണ്ടെന്ന് വരെ തോന്നിപ്പോവാ. അമ്മൂട്ടി, നീ എന്തൊക്കെയാ പറയുന്നത്? നീ നീ എന്നെ മറക്കാണോ? എനിക്കറിയില്ല വിശ്വട്ട. എല്ലാം സോൾവായി എന്ന് വിചാരിക്കുമ്പോ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുന്നത് പോലെ. എന്നാ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാം. നമുക്ക് പാരൻസ് എന്ന നിലയില് ഒരു സന്തോഷം ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. ശരിയാവും. അവനിപ്പോ കുറെ മാറിയില്ലേ. നിന്നെ അമ്മ എന്ന് വിളിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നു. എന്നോടും ബിസിനസ്സുകാരിയാണെങ്കിലും പലതും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമില്ലേ പണ്ടത്തെ നമ്മുടെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ. അതെ, അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചു. പലതും ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാമോ? പക്ഷെ അതെല്ലാം അവക്ക് വേണ്ടിയായിരുന്നു വിശ്വട്ടാ. അപ്പോഴും ഞാൻ സന്തോഷിക്കാ ചെയ്തേ. അവന്റെ മനസ്സിൽ ഒരു പ്രണയം ഉണ്ടായല്ലോ, പുതിയൊരു വെളിച്ചുണ്ടായല്ലോ എന്നൊക്കെ. അതൊക്കെ വെള്ളത്തിൽ വരച്ച് വര പോലെ ഒരു അർത്ഥമില്ലാതായി പോയല്ലോ വിശ്വട്ടാ. മതി, ഒന്ന് സമാധാനിക്കുന്നു. നിർത്ത്. കഴിഞ്ഞതൊക്കെ കഴിയുമെന്ന് വിചാരിക്കുക. ആരവിന്റെ കാറിന്റെ ശബ്ദമല്ലേ കേട്ടെ? അവനെപ്പോഴാ പോയി? ശബരിയുടെ കാറും. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഇവനെന്താ ഈ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോകുന്നത്? ശബരി, നീ വന്നോ? എന്തായി? എന്താവൻ പോയ വഴിക്ക് ഒരു കാറ് ഞങ്ങളെ ഫോളോ ചെയ്തു. ഇവരെ ഇനി ഇങ്ങനെ വിട്ട ജീവനോടെ കാണുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ. രണ്ടും കയറി വാ. മക്കളെ, എന്താ പുറത്ത് നിൽക്കുന്നേ? ഉള്ളിലേക്ക് വാ. അമ്മ, വേണ്ടമ്മ. ഞങ്ങൾ ഇനിയും ഇവിടെ നിന്നാ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവേ. ഞങ്ങളെ നാട്ടിലെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ മതി. ഞങ്ങൾ അവിടെ സേഫായിട്ട് നിന്നോളാം. അമ്മ എന്നവരോട് പറ. ഇത്ര നാൾ നീ എന്നെ അമ്മയെന്നല്ലേ വിളിച്ചത്? ആ അധികാരത്തിൽ പറയാ. കാര്യവാ. ആ, എന്റെ മോള് വന്നു. പോകുമ്പോ അച്ഛനെ ഓർത്തില്ല അല്ലേ? അച്ഛൻ, അപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അറിഞ്ഞു. ഞാനൊരു സങ്കടം പറഞ്ഞേ ഉള്ളൂ. മോള് വാ. മോളെ പാറു, ഇങ്ങോട്ട് കാര്യവാ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനിയത്തിയാണ് അച്ഛാ, പാർവതി. പാർവതിയോ? എന്റെ കുഞ്ഞുമോളെ പോലെ, വിമലയുടെ പോലെ. നിങ്ങളുടെ ആരുടെ മക്കളാ കുട്ടികളെ? ഇങ്ങോട്ട് നോക്കിക്ക്. എന്നാ ഫോട്ടോ എടുക്കട്ടെ.